ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോ ബെത്സയിദയിലെ കുളക്കരയിൽ 38 വർഷമായി രോഗിയായി കിടന്ന തളവാതക്കാരനെ സൗഖ്യപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വചനഭാഗം. 38 വർഷം ഒരു ചെറിയ കാലമല്ലെന്ന് നമുക്കറിയാം. ദൈവസന്നിധിയിൽ താൻ ഉയർത്തിയ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉത്തരം തരുമെന്നുള്ള വിശ്വാസത്തോടെ ആ മനുഷ്യൻ നീണ്ട ദിനരാത്രങ്ങൾ, നീണ്ട വർഷങ്ങൾ ആ കുളക്കരയിൽ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ ദൈവത്തോട് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ട് അതൊക്കെ കിട്ടാൻ വൈകുന്നതിനെ കുറിച്ച് ആശങ്ക പുലർത്തുന്നവരാണ് നമ്മളെല്ലാവരും. എന്തേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന ചോദ്യം നമ്മുടെ ഒരുപിടി പ്രാർത്ഥനകളുടെ പിന്നിലുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ അറിയാത്ത, വിണ്ണിലിരുന്നുറങ്ങുന്ന ഒരു ദൈവമാണോ എൻ്റേത് എന്ന് ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയാന്തരങ്ങളിലൂടെ നിരന്തരം കടന്നു പോകുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്ത ദൈവത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ. അതിൻ്റെ പേരിൽ തമ്പുരാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇനി തമ്പുരാനുമായിട്ടൊരു കൂട്ടുകെട്ടിനുമില്ലെന്ന് പറയുന്നവരുണ്ട്. ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഉദാഹരണമായി ഈ കുളക്കരയിലെ തളവാത രോഗി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം തരിക തന്നെ ചെയ്യും. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അവൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിത ബന്ധാവിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യുമെന്നുള്ള പ്രത്യാശ നമുക്ക് കൈമോശമില്ല വരാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. തൻ്റെ മകൻ്റെ ആത്മീയ വിമോചനത്തിന് വേണ്ടി 32 വർഷം പ്രാർത്ഥിച്ച അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക പുണ്യവതിയെ നമുക്കറിയാം. ദൈവം അവളുടെ മകനെ സൗഖ്യം കൊടുത്ത്, കൃപ കൊടുത്ത്, അഭിഷേകം കൊടുത്ത് സഭയുടെ അമരക്കാരിൽ ഒരുവനായി, ഒരു മെത്രാനായും പിന്നീട് സഭയുടെ വലിയ വക്താവായി, ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന പേരിലൊക്കെ അറിയപ്പെട്ട വിഖ്യാത ഗ്രന്ഥങ്ങളുടെ ഉപജ്ഞാതാവായി മാറിയ വിശുദ്ധ അഗസ്റ്റിനോസിലേക്കുള്ള അവൻ്റെ യാത്ര അവൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം രൂപപ്പെട്ടതാണ്. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് വ്യക്തമാണ്. ഈ പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിച്ചപ്പോൾ അഗസ്റ്റിൻ വിശുദ്ധനായതോടുകൂടെ അമ്മ മോനിക്കയും പുണ്യവതിയായിട്ട് രൂപാന്തരപ്പെടുക. നമ്മുടെ ഈ കാത്തിരിപ്പിന് ദൈവം പലതരത്തിലാണ് നമുക്ക് ഉത്തരം തരാൻ പോകുന്നത്. അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു നൊമ്പരങ്ങൾ, ആകുലതകൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തൻ്റെ കൃപയുടെ വലിയ കടാക്ഷം നൽകി നമ്മളെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ അതിന് അവിടുന്ന് നൽകുന്ന പ്രതിഫലം ഒരുപാട് വലുതായിരിക്കും. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ഈ തളവാത രോഗിയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ ചോദ്യങ്ങൾ പോലും ഈശോയ്ക്ക് അവനോട് ചോദിക്കാനുണ്ടായിരുന്നില്ല. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നൊരൊറ്റ ചോദ്യം. ഉണ്ട് എന്നവൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. മറ്റ് വിശ്വാസത്തെക്കുറിച്ചോ ബോധ്യങ്ങളെക്കുറിച്ചോ ഒന്നും ഈശോയ്ക്ക് ചോദിക്കാനുണ്ടായിരുന്നില്ല. കാരണം ഈ 38 വർഷത്തെ പ്രതീക്ഷാ നിർഭരമായ കാത്തിരിപ്പ് പല ചോദ്യങ്ങളുടെയും ഉത്തരമായിരുന്നു. നമുക്ക് തമ്പുരാൻ സമീപസ്ഥനാണ്. ആ തമ്പുരാനെ മുറുകെ പിടിച്ച് എൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കാൻ കൂടി നമുക്ക് ആഗ്രഹിക്കാം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.
കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.